വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നിലവിലെ MLA എൽദോസ് കുന്നപ്പള്ളിയെ തന്നെ വീണ്ടും മത്സരിപ്പിച്ചാൽ മണ്ഡലം കൈവിട്ടു പോകുമെന്നത് ഏറെക്കുറെ ഉറപ്പാണ്. ഇത് സംബന്ധിച്ച ധാരണ കോൺഗ്രസ് നേതൃത്വത്തിനുമുണ്ട്. MLAക്കെതിരെ ഉയർന്നു വന്ന പീഡന ആരോപണം കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. തിരുവനന്തപുരത്തെ ഒരു സ്കൂളിലെ അധ്യാപികയായ യുവതിയാണ് എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത്. കോവളത്ത് വെച്ച് യുവതിയെ MLA മർദ്ദിച്ചുവെന്നായിരുന്നു പരാതി. ഒരുമിച്ച് വാഹനത്തിൽ യാത്ര ചെയ്യുന്നതിനിടെ വാക്കേറ്റത്തെ തുടർന്ന് MLA മർദ്ദിച്ചു. സിറ്റി പോലീസ് കമ്മീഷണർക്ക് നൽകിയ പരാതി കോവളം പോലീസ് സ്റ്റേഷനിലേക്ക് ഫോർവേഡ് ചെയ്യുകയും അവർ അന്വേഷണം ആരംഭിക്കുകയുമായിരുന്നു. വ്യക്തിപരമായി സൗഹൃദമുള്ള MLA തന്നെ അകാരണമായി മർദ്ദിച്ചുവെന്നായിരുന്നു യുവതിയുടെ പരാതി. യുവതി ഉന്നയിച്ച ആരോപണങ്ങളെ MLA നേരിട്ട രീതിയും പാർട്ടിക്ക് കൂടുതൽ തലവേദന സൃഷ്ടിച്ചിരുന്നു. പരാതിക്കാരിക്ക് പുലർച്ചെ MLA അയച്ച വാട്സപ്പ് സന്ദേശം വീണ്ടും വിവാദങ്ങൾക്ക് വഴിവെച്ചു. പുലർച്ചെ 2:20 MLA യുവതിയുടെ വാട്സപ്പിലൂടെ ഭീഷണി സന്ദേശം അയച്ചത്. ഒരു കുറ്റവും ചെയ്യാത്ത എന്നെ ചതിച്ച നിനക്കും നിന്റെ കുടുംബത്തിനും ഞാൻ വിശ്വസിക്കുന്ന കർത്താവായ യേശുക്രിസ്തു തക്കതായ മറുപടി നൽകും. എനിക്ക് നല്ല വിശ്വാസമുണ്ട്. പണത്തിനു വേണ്ടിയുള്ള കൊതി തീരുമ്പോൾ സ്വയം ചിന്തിക്കുക, ഞാൻ അതിജീവിക്കും, കർത്താവ് എന്റെ കൂടെ ഉണ്ടാകും. ഇതായിരുന്നു വാട്സപ്പ് സന്ദേശം. ഉയർന്നു വന്ന പീഡന ആരോപണത്തിനു പുറമെ MLAയുടെ പ്രവർത്തനങ്ങളിലും പൊതുജനങ്ങൾക്ക് അവമതിപ്പാണുള്ളത്. ഇതോടെയാണ് വരുന്ന തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയെ മാറ്റിയുള്ള പരീക്ഷണത്തിന് കോൺഗ്രസ് ഒരുങ്ങുന്നത്. നിലവിൽ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റായ മനോജ് മൂത്തേടൻ, വീക്ഷണം പത്രം മാനേജിംഗ് ഡയറക്ടറും AICC അംഗവുമായ ജെയ്സൺ ജോസഫ്, ചാനൽ ചർച്ചകളിലും മറ്റും സജീവമായ എറണാകുളം DCC ജനറൽ സെക്രട്ടറി ഡോക്ടർ ജിൻഡോ ജോൺ തുടങ്ങിയ പേരുകളാണ് ഉയർന്നു കേൾക്കുന്നത്. ഇവർ 3 പേരിൽ ആരെ മത്സരിപ്പിച്ചാലും മണ്ഡലം നിലനിർത്താൻ കഴിയുമെന്ന് കോൺഗ്രസ് നേതൃത്വം കരുതുന്നു. 3 പേർക്കും മണ്ഡലത്തിൽ ഒട്ടേറെ വ്യക്തിബന്ധങ്ങൾ ഉണ്ടെന്നതും ചർച്ചകളിൽ ഇടം നേടുന്നതിന് വഴിയൊരുക്കി. യുവജന വിദ്യാർത്ഥി സംഘടനകളിലൂടെ കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് കടന്നുവന്ന മനോജ് മൂത്തേടൻ പ്രവർത്തകർക്കിടയിലും പൊതുജനങ്ങൾക്കിടയിലും വലിയ സ്വീകാര്യതയുള്ള നേതാവാണ്. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്ത് തുടരുമ്പോൾ അത്രമേൽ ജനകീയത നിലനിർത്തുവാനും അദ്ദേഹത്തിന് കഴിയുന്നുണ്ട്. A ഗ്രൂപ്പിനൊപ്പം കാലാകാലങ്ങളായി നിലകൊള്ളുന്ന മനോജിന് പെരുമ്പാവൂരിലെ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ കൃത്യമായ ഇടമുണ്ട്. മുമ്പ് എൽദോസ് കുന്നപ്പള്ളിയും എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്നു. അതേ വഴിയിലാണ് മനോജ് മൂത്തേടനും MLA സ്ഥാനത്തേക്കുള്ള യാത്ര തുടരുന്നത്. KSUവിലും യൂത്ത് കോൺഗ്രസിലും എൽദോസിനൊപ്പം മനോജും കട്ടയ്ക്കുണ്ടായിരുന്നു. കോൺഗ്രസിന്റെ മുഖപത്രമായ വീക്ഷണത്തെ PT തോമസിന് ശേഷം നയിക്കുന്നത് AICC അംഗം കൂടിയായ ജെയ്സൺ ജോസഫാണ്. കടക്കണിയിൽപ്പെട്ടിരുന്ന വീക്ഷണത്തെ കൈപിടിച്ചുയർത്തിയ ജെയ്സന്റെ നേതൃപാടവത്തെ കോൺഗ്രസ് നേതൃത്വം വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. അത് സ്ഥാനാർത്ഥിത്വത്തിലേക്ക് ജെയ്സനുള്ള അനുകൂല ഘടകമാകും. സമീപകാലത്ത് ചാനൽ ചർച്ചകളിലൂടെ കോൺഗ്രസിന്റെ മുഖമായി മാറിയ ആളാണ് ഡോക്ടർ ജിൻഡോ ജോൺ. എറണാകുളം DCCയുടെ സാംസ്കാരിക മുഖം കൂടിയാണ് ജിൻഡോ. സംസ്ഥാനത്തുടനീളം ജിൻഡോയ്ക്ക് ഫോളോവേഴ്സ് പോലുമുണ്ട്. യുവത്വത്തിന്റെ പ്രസരിപ്പും ജിൻഡോയ്ക്ക് കൂടുതൽ സാധ്യതകൾ നൽകുന്നതാണ്. ഇവർക്ക് പുറമെ മുതിർന്ന കോൺഗ്രസ് നേതാവായിരുന്ന TH മുസ്തഫയുടെ മകൻ TM സക്കീർ ഹുസൈന്റെ പേരും സജീവ പരിഗണനയിലുണ്ട്. മുൻപ് പെരുമ്പാവൂർ മുനിസിപ്പാലിറ്റിയെ നയിച്ച അനുഭവ പാഠവും അദ്ദേഹത്തിന് അനുകൂല ഘടകമാകുന്നുണ്ട്. അപ്പോഴും എൽദോസിനെ മാറ്റുമ്പോൾ അദ്ദേഹം ഏതു തരത്തിൽ പ്രതികരിക്കുമെന്നതിലും നേതൃത്വത്തിന് ആശങ്കകളുണ്ട്. സമീപകാലത്തെ എറണാകുളം DCC പ്രസിഡന്റിനും JB മേത്തർ MPക്കുമെതിരെ എൽദോസ് കുന്നപ്പള്ളി വിമർശനങ്ങൾ ഉയർത്തിയിരുന്നു. പിന്നീട് നേതൃത്വം ഇടപെട്ടാണ് പെരുമ്പാവൂരിലെ വിഭാഗീയ വിഷയങ്ങൾ പരിഹരിച്ചത്. അതേസമയം കോൺഗ്രസ് മണ്ഡലം നിലനിർത്തുവാൻ ശ്രമിക്കുമ്പോഴും ഏത് വിധേനയും അട്ടിമറിക്കുള്ള കരുക്കൾ നീക്കുകയാണ് ഇടതുപാളയം.